ഒരു ജില്ലയിൽ ഇത് വരും. അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരാ ഭയത്തിൽ മുങ്ങി അങ്ങ് മരിക്കട്ടെ. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. വരും. ഇവിടെ നമുക്ക് മന്ത്രിമാരുണ്ട്. കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞല്ലോ എയിംസ് വരും മറ്റേ മോനെ എന്നാണല്ലോ പറഞ്ഞ. ഇപ്പോ കേരളത്തിലുള്ളവർ ചോദിക്കുന്നു എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് കേരളത്തിലുള്ളവർ ഇപ്പോ ചോദിക്കുന്നത്. അപ്പം ഏതായാലും നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് കയറിയ ഷിറ്റ് ഗോപി പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. കേരളം ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് കുറേ കാലം നടന്നതിന് ശേഷം അദ്ദേഹത്തിന് തൃശ്ശൂർ ജനങ്ങൾ അങ്ങോട്ട് കൊടുത്തു. ഏതായാലും വേണ്ടിയില്ല, കുറച്ച് വികസനങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചിട്ട് അബദ്ധത്തിലെല്ലാം വോട്ട് ചെയ്ത് അദ്ദേഹം വിജയിച്ചു. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഇതിനൊപ്പം പറഞ്ഞുകൊള്ളട്ടെ, ജനങ്ങൾക്ക് പറ്റിയ അബദ്ധം ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഇതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു, എയിംസ് ഹോസ്പിറ്റൽ ഏതായാലും കേരളത്തിൽ ഏതായാലും ആലപ്പുഴ ജില്ലയിൽ അതുമല്ലെങ്കിൽ തൃശ്ശൂർ ഏതായാലും വരുമെന്നാണ് അദ്ദേഹം പല തവണയായിട്ട് നമ്മോട് പറഞ്ഞത്. വരിക തന്നെ ചെയ്യും മറ്റേ മോനെ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. എന്നാൽ കേന്ദ്രത്തിൻ്റെ ബജറ്റെല്ലാം അവതരണം കഴിഞ്ഞപ്പോൾ കേരളത്തിന് 2 ആമ സംരക്ഷണ പദ്ധതി അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ള സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഏതായാലും നിയമസഭയിൽ വെച്ച് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ കേട്ടത്. തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ചോദിക്കാൻ ആഗ്രഹിച്ച അത് ചോദ്യം തന്നെയാണ്, എയിംസ് എവിടെ മറ്റേ മോനെ. തീർച്ചയായിട്ടും നമ്മുടെ സുരേഷ് ഗോപി ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷം മറുപടി പറയാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു മറുപടിയും അദ്ദേഹം തന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് തരാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിർമ്മല സീതാരാമൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എയിംസ് ഹോസ്പിറ്റൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ആമ എന്നാണ് മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് ആമ സംരക്ഷണ പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള ട്രോളുകളാണെന്ന് കേരളം മൊത്തം. ഏതായാലും ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രോളുണ്ട്. അത് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിരിച്ച് ചാവും. അത്രയ്ക്ക് വലിയ ട്രോളാണ്. അതിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് കണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് ആ ട്രോൾ വീഡിയോ ഒന്ന് കാണാം. ബജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലിപ്പോ എയിംസ് വരുമെന്നായിരുന്നു കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. സുരേഷ് ഗോപി പറഞ്ഞത് ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ടായിരുന്നു, എയിംസ് വരും മറ്റു പോലെ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആരോട് ഇങ്ങനെയൊന്നും പറയുന്നു പറയണം സാർ. നീ നടക്കുന്ന കാര്യമല്ല പറ. ഇപ്പൊ എയിംസും ഇല്ലാത്തൊരവസ്ഥയല്ലോ. ഇത് സിനിമയല്ലല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാരണം എയിംസ് തന്നില്ലെന്ന് മാത്രമല്ല, ഒന്നും തന്നില്ല. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ. മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ളതും തന്നില്ല, പിന്നെ കടലാമയെ രക്ഷപ്പെടുത്താനുള്ള 2 പദ്ധതി ഉണ്ടെന്ന് പറയുന്നു. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. മനുഷ്യനുള്ളതൊന്നും തന്നില്ല. കേരളത്തിലെ ജനങ്ങളോട് അവഗണനയും കടലിൽ കിടക്കുന്ന ആമയോട് സ്നേഹമുള്ളത് ഏതായാലും നന്നായി. ആമ സംരക്ഷിക്കാൻ ഉള്ള ആശുപത്രി ഉണ്ടെന്ന് പറയുന്നു, മനുഷ്യനെ സംരക്ഷിക്കാനുള്ള ആശുപത്രി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ എയിംസ് വന്നിരിക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എയിംസ് വരും മറ്റേ മോനെ എന്നാണല്ലോ പറഞ്ഞ. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇപ്പോ കേരളത്തിലുള്ളവർ ചോദിക്കുന്നു എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് കേരളത്തിലുള്ളവർ ഇപ്പോ ചോദിക്കുന്നത്. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ ഇപ്പൊ മിണ്ടാട്ടമില്ല. ഇപ്പൊ കലകിലൊക്കെ പോയി ഇരിക്കുകയായിരുന്നു. വേദനിക്കുന്നു കേട്ടോ, മനസ്സ് വേദനിക്കണു. ഇപ്പോ കലങ്ങുമില്ല, കേരളത്തിലും ഇല്ല, ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് മിണ്ടാട്ടവും ഇല്ല.
ഇനി സുരേഷ് ഗോപിനെ ട്രോളാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ ഒരാളും ബാക്കിയില്ല എന്നുള്ളതാണ്. അത്രത്തിലും വലിയ ട്രോളാണ് അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം അർഹനാണ് എന്നത് കൂടി നിങ്ങൾ ആലോചിക്കണം. കാരണം അത്തരത്തിൽപ്പെട്ട വാശിയാണ് അദ്ദേഹത്തിന്, അത്തരത്തിൽപ്പെട്ട പരാമർശങ്ങളാണ്, അത്തരത്തിൽപ്പെട്ട വാഗ്വാദങ്ങളാണ് അദ്ദേഹം ഇന്ന് വരെ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കേരളത്തിൽ എയിംസ് കൊണ്ടുവന്നിരിക്കും. അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലായിരിക്കുമെന്നും അവിടെ മാർക്സിസ്റ്റുകാർ മുടിച്ച ഒരു സ്ഥലമാണ് എന്നും അവിടത്തേക്കാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിരുന്നു. അതും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിജയിപ്പിച്ച് വിട്ട ആ ഒരു സ്ഥലമായ തൃശ്ശൂരേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടന്ന അണ്ണൻ ഇപ്പോൾ കിട്ടിയത് ഏതായാലും കടലാമ സംരക്ഷണ പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ ഇന്ന് കേരളം മൊത്തം വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിലോരോ ക്യാപ്ഷനുകളാണ് ഞാൻ എൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതന്നെ കണ്ടാൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ആമ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും, പൊതുവെ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ വരെ ഇത്തരം കമൻറ്റുകൾ എടുത്തുകൊണ്ടിട്ട് നമ്മുടെ സുരേഷ് ഗോപി അണ്ണനെ തീർച്ചയായിട്ടും നമ്മൾ ട്രോളുന്നതാണ് കാണുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ തൃശ്ശൂർ ജനതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങൾ ആ അബദ്ധം തിരുത്തണമെന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നല്ല പച്ച മലയാളത്തിലുള്ള മറുപടി നമ്മുടെ ശ്രീ ഗണേഷ് കുമാർ സാർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കടലാമ സംരക്ഷണ പദ്ധതിയൊക്കെ അവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ഈ കടലോരങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, തീർച്ചയായിട്ടും അവിടെ പ്രവർത്തിക്കുന്ന ഈ മീൻ പിടിക്കുന്ന ആൾക്കാർക്കൊക്കെ കടൽപ്രദേശത്തേക്ക് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ടാവും. ചിലപ്പോൾ അത്തരത്തിൽപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമുക്ക് പ്രവേശനങ്ങൾ ചിലപ്പോൾ നമുക്ക് അനുമതി ഉണ്ടാവില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കേസാകും. അത്തരത്തിൽപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ തീരപ്രദേശങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കെ പി ഗണേഷ് കുമാർ നമ്മുടെ അണ്ണനെ ട്രോളുന്ന വർത്തമാനം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇത് സിനിമയല്ലല്ലോ. കാരണം എയിംസ് തന്നില്ലെന്ന് മാത്രമല്ല, ഒന്നും തന്നില്ല. മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ളതൊന്നും തന്നില്ല. പിന്നെ കടലാമയെ രക്ഷപ്പെടുത്താനുള്ള രണ്ട് പദ്ധതി ഉണ്ടെന്ന് പറയുന്നു. മനുഷ്യനുള്ളതൊന്നും തന്നില്ല. കേരളത്തിലെ ജനങ്ങളോട് അവഗണനയും കടലിൽ കിടക്കുന്ന ആമയോട് സ്നേഹവും ഉള്ളത് ഏതായാലും നന്നായി. ആമ സംരക്ഷിക്കാൻ ഉള്ള ആശുപത്രി ഉണ്ടെന്ന് പറയുന്നു. മനുഷ്യനെ സംരക്ഷിക്കാനുള്ള ആശുപത്രി ഇല്ല. അത് വരികയില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ തന്നെ പലരോടും പറഞ്ഞു, വെറുതെ മോഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ONV പാടിയതുപോലെ വെറുതെ മോഹിക്കുവാൻ മോഹം എന്നേ പറയുന്നുള്ളൂ. വെറുതെ മോഹിച്ചാ അതൊന്നും കിട്ടത്തില്ല, തരത്തില്ല. കേരളത്തോട് ഇന്നും BJP സർക്കാരിന്റെ അവഗണനയാണ്. അതിന്റെ ഒരു അപകടം പറഞ്ഞുതരാം. ഇതുവരെ ഒരാളും പറയാത്തൊരു അപകടം. ഈ ആമയുടെ മുട്ടയിടുന്ന എന്തോ ഒരു റിസർച്ച് സെന്ററോ മുട്ട വിരിക്കുന്ന മിഷ്യനോ അങ്ങനൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഈ ആമ കടലിൽ നിന്ന് കയറി വരും, വന്ന് കടപ്പുറത്ത് കുഴി അതിൽ മുട്ടയിടും, അത് മൂടി വയ്ക്കും. അത് വിരിഞ്ഞു കഴിയുമ്പോൾ ഈ ആമ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം കൂടി കടലിലേക്ക് ഇറങ്ങി പോകും. അപ്പൊ ഈ ഭാഗത്ത് കൂടി നടക്കാൻ പാടില്ല. നമ്മൾ അതിന്റെ പുറത്തുകൂടി കയറി നടന്നാൽ മണ്ണിനടിയിൽ മുട്ട പൊട്ടിപ്പോകും. മണ്ണ് അത് ചെറുതായിട്ട് കുഴിയെടുക്കും. ഇത്രയും കുഴി കാണത്തുള്ളൂ താഴോട്ട്. അതിനകത്ത് മുട്ടയിട്ടിട്ട് അത് തന്നെ മൂടും തിരിച്ച്. അപ്പൊ വെളിയിൽ കിടക്കുന്ന മണ്ണാണ്, ചവിട്ടിയ മുട്ടയെല്ലാം പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനെ മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി, വംശനാശം നേരിടുന്ന കടലാമയെ രക്ഷിക്കാൻ വേണ്ടി ഈ പദ്ധതി ഗുജറാത്ത് മുതൽ തീരദേശത്തെന്നാണ് പറഞ്ഞത്. ഇത് മുട്ടയിടുന്ന തീരദേശങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പൊ എന്താ സംഭവിക്കാൻ വന്ന ടൈഗർ സാങ്ച്വറി പോലെയാവും. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്ത് താമസിക്കുന്നവർക്കും സ്വന്തം വീട്ടുമുറ്റത്തുള്ള കടപ്പുറത്ത് ഇറങ്ങിയാൽ പോലീസ് പിടിച്ച് ജയിലിടുന്ന ഒരു നിയമത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. അല്ലാതെ മുട്ടയിടുന്ന ഫാക്ടറി ഉണ്ടാക്കുന്നല്ല. ഇത് കരയിൽ എവിടെയാ മുട്ടയിടുന്ന ആർക്കും പറയാനൊക്കില്ല. അത് കയറുമ്പോ ഒരു മേഖല അറിയും, ഇന്ന മേഖലയിൽ മുട്ടയിടുന്ന സ്ഥലമാണ്. അത് മൊത്തം ഒന്ന് തടയും. അവിടെ മനുഷ്യന് കയറാൻ പാടില്ല. നമ്മളങ്ങോട്ട് അവർ വേലി കിട്ടുകയോ അല്ലെങ്കിൽ അവർ കേസെടുക്കുകയോ ചെയ്യും. കാരണം വനത്തിനകത്ത് കയറാൻ പറ്റുമോ? ടൈഗർ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കാൻ പറ്റുമോ? അവിടെ പിന്നെ പകലോ രാത്രിയോ മനുഷ്യന് കയറി നടക്കാൻ പറ്റുമോ? അപ്പോഴേ ഫോറസ്റ്റുകാർ പിടിച്ചോണ്ടു എന്ന് പറയുന്നത് പോലെ ഈ തീരദേശത്തും മനുഷ്യന് ജീവിക്കാൻ വള്ളത്തിൽ പോകാൻ പറ്റത്തില്ല. വള്ളം എവിടെയും കയറ്റാൻ പറ്റും. തീരദേശമുള്ള എവിടെയും മത്സ്യത്തൊഴിലാളി വള്ളം ഇങ്ങനെ കയറ്റാം. തുടങ്ങി വന്നാൽ മതി. അവർക്കറിയാം പാറയില്ലാത്ത സ്ഥലം നോക്കി അവർക്ക് പോരും. അങ്ങനെ ഇനി അത് പറ്റില്ല. ഈ പറയുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. ആ സ്ഥലത്തേക്ക് പിന്നെ തീരദേശത്തുള്ള സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രവേശനമില്ല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് മറുപടി. അദ്ദേഹത്തിന്റെ വിചാരം, ഞാൻ ഇപ്പോഴും സിനിമയിലെ ആ ക്യാരക്ടറിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്, അതിൽ നിന്ന് ഇതുവരെ അദ്ദേഹം പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. എന്തെങ്കിലും വലിയ പദ്ധതികളൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ജാതി ഭേദ, അത് രാഷ്ട്രീയമന്യേ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. അത്തരത്തിൽപ്പെട്ട ഒരു പദ്ധതി തന്നെയായിരുന്നു നമ്മുടെ എയിംസ് ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും അത് കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കൊണ്ടുവരുമെന്നും തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി തീർച്ചയായിട്ടും 2026 നമുക്കത് കിട്ടുമെന്നും വളരെ വ്യാപകമായിട്ട് അദ്ദേഹം
ഇങ്ങനെ പല സമ്മേളനങ്ങളിലും പല വേദികളിലും അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എയിംസുമില്ല, ഒരു കോപ്പുമില്ല എന്നുള്ളതാണ്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെയാണോ എന്ന് നമുക്ക് ആശ്ചര്യം തോന്നുന്ന രീതിയിലുള്ള ബജറ്റിലാണ് തീർത്തുക. ഒരു കാര്യത്തിലും കേരളത്തെ പരിഗണിച്ചില്ല എന്നുള്ള റെയിൽവേ പദ്ധതികളാട്ടെ മറ്റു പദ്ധതികളാട്ടെ വാരിക്കോരി മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തപ്പോൾ കേരളത്തിനെ അതിലൊന്നും തന്നെ പരിഗണിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ നിന്ന് BJP MP-മാർ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവർ പരിഗണിച്ചത്. ഈ ജാതിയും അതുപോലെ തന്നെ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയതുകൊണ്ടും കോൺഗ്രസ് ആയതുകൊണ്ടും തീർച്ചയായിട്ടും അവർ വളരെ മോശകരമായ രീതിയിൽ കേരളത്തെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടത് ഓരോ കേരളീയൻ്റെയും കടമയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു കടമയാണ് നമ്മൾ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കരുത് എന്നുള്ളതാണ്. ആ 1 എന്നുള്ള ആ സംഖ്യ കൂടി 0 ആക്കി മാറ്റി തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്കെങ്കിലും നമ്മളെല്ലാവരും അദ്ദേഹത്തിന് നല്ലൊരു സമ്മാനം തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി അദ്ദേഹത്തെ ട്രോളാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.